എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെന്ത് പ്രതിഷേധമാണ്? എടാ, വെറുപ്പുണ്ടാക്കുന്ന പണിയാടാ, അറപ്പുണ്ടാക്കുന്ന പണിയാടാ. ഏതൊരു രാഷ്ട്രീയ പ്രതിയോഗിയോട് നമുക്ക് വിയോജിപ്പുണ്ടാവും. നിങ്ങൾ കേരളത്തിൽ 3 മണ്ഡലങ്ങളിൽ BJP ജയിച്ചല്ലോ. അവരുടെ എതിർ സ്ഥാനാർത്ഥിയായ, അവരുടെ പ്രതിപക്ഷത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളുകളോട് അവർക്ക് പ്രതിഷേധ സ്വരങ്ങൾ, മുദ്രാവാക്യങ്ങൾ, ആഹ്ലാദ പ്രകടനങ്ങൾ, പേര് വിളിച്ചുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇത്തരം ഒരു പ്രവൃത്തി അവരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മളെ നോക്കിക്കാണുന്ന നിങ്ങൾ ഉത്തമ സമുദായത്തിൻ്റെ വാക്താക്കളെന്ന് പറയുന്ന നമ്മൾ കാണിക്കുന്ന ഈ വൃത്തികേട് വേറെ ആരെങ്കിലും ചെയ്തു? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കാനാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ആഘോഷങ്ങളാണ്. ഈ ആഘോഷങ്ങളിൽ നമുക്ക് കാണുമ്പോൾ സന്തോഷമുള്ള ആഘോഷങ്ങളുണ്ട്, കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്ന ആഘോഷങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു ആഘോഷത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ ഇന്നലെ നടുവട്ടത്ത് പോയപ്പോൾ, എൻ്റെ നാടിനടുത്തുള്ള നടുവട്ടം, അവിടെ തവനൂർ മണ്ഡലമാണ്. എൻ്റെ വീടിന് അടുത്തുണ്ട് കഴിഞ്ഞ് പിന്നെ തവനൂരാണ്. ഞങ്ങളൊക്കെ പൊന്നാനി മണ്ഡലമാണ്. ഒരു ജീവനുള്ളൊരു ആടിനെ അറുത്തിട്ട് ആ അറുത്ത ആടിൻ്റെ തലയുമായിട്ടാണ് അവിടുത്തെ പ്രകടനം നടത്തുന്നത്. അപ്പോൾ എന്താണ്, അവിടുത്തെ LDFൻ്റെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ സ്ഥാനാർത്ഥി KT ജലീലാണ്. അറിയാലോ, ഡോക്ടർ KT ജലീൽ. അദ്ദേഹത്തിന് ആട് എന്ന് പറഞ്ഞിട്ടാണ് കളിയാക്കൽ. അദ്ദേഹത്തിനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അദ്ദേഹം ആ കളിയാക്കൽ സ്വീകരിക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ആടാണെന്ന് പറയൽ. ആ ഒരു ജയം, അതായത് KT തോറ്റതിൻ്റെ, അവിടുത്തെ UDF സ്ഥാനത്ത് ജയിച്ചതിൻ്റെ ആഘോഷങ്ങൾ നടക്കേണ്ടതാണ്. 10-20 വർഷമായിട്ട് 2006 അവിടെ KT ജയിക്കുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ വർഷം മുതൽ. അങ്ങനെ അവിടെ KT തോറ്റതിൻ്റെ ആഘോഷം നടത്തുന്നത് ഒരു ജീവനുള്ള ആടിനെ അറുത്തിട്ട് ആ ആടിൻ്റെ തലയുമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി. എടോ, കേരളത്തിൽ എവിടെയെങ്കിലും ഒരു BJPക്കാരോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഒരു ജീവനുള്ള വസ്തുവിനെ അറുത്തിട്ട് അതിൻ്റെ ആഘോഷങ്ങൾ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ നമ്മുടെ നാട്ടിൽ തങ്ങന്മാരുടെ കീഴിലുള്ളൊരു പാർട്ടി, ആ പാർട്ടിയിൽ, ഞാൻ ആ പാർട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ ആളുകൾ തന്നെ ഈ ഒരു വൃത്തികേട് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പറയണ്ടേ. ഞാൻ അൻസാരി സുഹരിയുടെ വീഡിയോ ഞാൻ കണ്ടു. ഉസ്താദ് ഈ വിഷയം പറയുന്നുണ്ട്. ഉസ്താദ് ഈ വിഷയം പറഞ്ഞതിന് മുൻപ് ഇന്നലെ ഞാൻ കണ്ട അനുഭവമാണ് ഞാൻ പറയണത്. നടുവട്ടത്ത് വെച്ചിട്ട് ആദ്യം ഒരു ജീവനുള്ളൊരു ആടിനെ കൊണ്ടുപോകണേ കണ്ടു. പിന്നെ ഒരു കൃത്രിമ ആടിനെ, ഇത് ഉണ്ടാക്കി വെച്ചൊരു ബൊമ്മനെ കൊണ്ടുപോകണ്ടു. പിന്നെ തൊടോ ജീവനുള്ളൊരു ആടിൻ്റെ തല അറുത്ത് കൊണ്ടുപോകാൻ. ഇതൊക്കെ എവിടുന്ന് പഠിച്ച കൾച്ചറാണ്? തങ്ങൾ വരെ പറഞ്ഞിരുന്നു, വളരെ മോശം രീതിയിൽ പ്രകടനങ്ങൾ നടത്തരുത്, ആളെ വേദനിപ്പിക്കരുത്, ആഭാസങ്ങൾ ഉണ്ടാവരുത് എന്നൊക്കെ സാദിഖ് അലി തങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിട്ട്, പ്രത്യേക വാക്കുകളൊക്കെ കൊടുത്തിട്ട് ആഘോഷങ്ങൾ നടത്തണം. ഓരോരുത്തരുടെ പാർട്ടി ജയിച്ചതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതൊരല്പം കടന്ന കയം, ഒരു നിലവാരമില്ലായ്മ. ഇപ്പം ഞാനിത് പറഞ്ഞതിന് പേരിൽ നിങ്ങൾ ഇങ്ങോട്ട് രാഷ്ട്രീയ വിയോജിപ്പൊന്നും കാണിക്കണ്ട കേട്ടോ. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല. ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടൊരു കാഴ്ചയാണ് ഞാൻ പറയണത്. ആടിനെ കൊണ്ടുപോകുന്ന വീഡിയോ വേറെ ഉണ്ട്. ആടിനെ കൊണ്ടുപോകുന്ന വീഡിയോ ഇത് അതിലപ്പുറം വളരെ മോശമായി പോയി എന്നൊക്കെ പറയാനുള്ളത്. അൻസാരി സുഹരി ഉസ്താദും ഈ വിഷയം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. നമ്മൾ കുറച്ചൊക്കെ ഒരു നിലവാരം കാണിക്കണം. നിങ്ങൾ എവിടെയെങ്കിലും BJP ജയിച്ച സ്ഥലങ്ങളിലൊക്കെ ഇത്തരം രീതികൾ കണ്ടിട്ടുണ്ടോ? ഉത്തരേന്ത്യയിലൊക്കെ കാണാം. ഇന്ന് ബംഗാളിൽ അധികാരം പിടിച്ച BJP ഒരാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾക്ക് ഹിന്ദുക്കളുടെ വോട്ട് മാത്രമാണ് കിട്ടി, ഞങ്ങൾ മുസ്ലിങ്ങളുടെ മുഖ്യമന്ത്രിയല്ല, ഞാൻ ഹിന്ദുവിൻ്റെ മുഖ്യമന്ത്രിയാണ്. എന്നാൽ പോലും ജീവനുള്ളൊരു മനുഷ്യനല്ല, ഒരു ജീവനെ അറുത്തിട്ട് അവർ പ്രതിഷേധം നടത്തുകയോ ആഹ്ലാദം നടത്തുകയോ ചെയ്യലില്ല. ഇത് അതും വിട്ടിട്ട് ആട് എന്ന് പറയുന്നൊരു ജീവി എന്ത് തെറ്റ് ചെയ്തോടോ? ആടാണോ ജലീൽ? അപ്പോൾ അല്ല, ജലീൽ അങ്ങോട്ട് ആടാക്കി മാറ്റുക. ഇനിയിപ്പോൾ പറഞ്ഞത് പലരും ഞങ്ങൾ ആട് ബിരിയാണി വെക്കാൻ വേണ്ടി വിചാരിച്ച ആട് ബിരിയാണിയാണ്. അതിനിടയിൽ ബിരിയാണി വെക്കുന്നതിനിടയിൽ ഞങ്ങൾ ആ ആടിൻ്റെ തലയെടുത്ത്, അതൊക്കെ എന്ത് ന്യായീകരണങ്ങളാണ്? ഒരു നിലവാരം വേണ്ടേ? ഒരു ജീവനുള്ള ആടിനെ കൊണ്ടുപോയിട്ട് അതിൽ മറ്റേ ആഹ്ലാദ പ്രകടനം നടത്തുന്ന പോലെയാണോ ഒരു ജീവനുള്ള ആടിനെ അറുത്തതിൻ്റെ തല കൊണ്ടേ നടത്തുന്നത്? ഇപ്പോൾ ഇത് എവിടെയെങ്കിലും കണ്ടു എന്ന് പറയണതല്ല, ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ തവനൂർ മണ്ഡലം അറിയാലോ, ഈ കുറ്റിപ്പുറത്ത് പണ്ട് കുറ്റിപ്പുറം മണ്ഡലം മാറി തവനൂർ മണ്ഡലമാവുന്നു. കുറ്റിപ്പുറത്ത് പണ്ട് KT ജലീൽ കുഞ്ഞാലിക്കുട്ടിനെ മത്സരിപ്പിച്ച് തോൽപ്പിക്കുന്നു. അതിനുശേഷമാണ് തവനൂർ മണ്ഡലമാവുന്നത്. അങ്ങനെ ആ തവനൂർ മണ്ഡലത്തിലൊക്കെ പിന്നെ KT ജലീലാണ്. അയാൾ തുടർച്ചയായിട്ട് ജയിക്കലുണ്ട്. ഇത്തവണ ആൾ നിൽക്കണില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാരെ തോൽക്കും, ഒന്നും ചെയ്യലില്ല. നമുക്കതിലൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഞാനും ജലീലിൻ്റെ പരാജയത്തിൽ സന്തോഷിക്കുന്ന ആളാണ്. കാരണം എൻ്റെ രാഷ്ട്രീയത്തിൽ ഞാൻ സന്തോഷിക്കുന്ന ആളാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഇതുപോലെ ഒരു ജീവനുള്ള ഒരു ആടിനെ അറുത്തിട്ട് ആ ആടിൻ്റെ തല കൊണ്ടുപോയിട്ട് ആഹ്ലാദിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് ദയവേത് മാറരുത്. നമ്മുടെ ഒരു ഇതുണ്ടാവൂലേ, നിലവാരം, ആ നിലവാരം തകർന്നൊരു രീതിയിലായിപ്പോയി. ഇപ്പോൾ ഓരോരുത്തരുടെ നാട്ടിലും ഓരോ ആഘോഷങ്ങൾ നടന്നിട്ടുണ്ടാവും. ആഘോഷങ്ങൾ നടക്കട്ടെ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള ജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ജയം എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആചാരം. 102 ആ രീതിയിലൊക്കെ ഉള്ളൊരു ഭൂരിപക്ഷം കിട്ടി ആഘോഷിക്കട്ടെ. എല്ലാവരും ആഘോഷിക്കേണ്ടതിനാണ്.
ഒരല്പം കോമൺ സെൻസ് വേണം. ആ കോമൺ സെൻസ് ഇല്ലാത്തൊരാഘോഷം, ഒരു ലീഗുകാരൻ, ബോധമുള്ളൊരു ലീഗുകാരൻ പോലും ഈ ആഘോഷത്തിനെ സപ്പോർട്ട് ചെയ്യും. ഈ വീഡിയോ കാണുന്ന ലീഗുകാരുണ്ടെങ്കിൽ നിങ്ങൾ പറ. എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇന്നലെ ആഘോഷം കാണാൻ പോയത് തന്നെയാണ്. ജോയ്, അവിടുത്തെ സ്ഥാനാർത്ഥി ജയിച്ച ജോയിൻ്റെ സന്തോഷങ്ങൾ കാണാൻ വേണ്ടി പോയതാണ്. ഞാൻ നടുവട്ടത്ത് പോയതാണ്. നമ്മൾ ആ സന്തോഷങ്ങൾ കണ്ടു, ഞാൻ അതിൻ്റെ കൂടെ നിന്നു. പക്ഷേ ഒരാടിൻ്റെ തലയർത്ത് കൊണ്ടുപോകുന്നൊരു രീതിയിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. അതൊരു ബോധമുള്ള ലീഗുകാർ പോലും അംഗീകരിക്കില്ല. അണികൾ കുറച്ചെങ്കിലൊക്കെ ഒന്ന് ബോധേടാവണം. നിങ്ങളുടെ വിരോധം തീർക്കേണ്ടതൊരു പാവം ആടിനോടാവരുത്. ഇതാവരുത് നമ്മുടെ കൾച്ചർ. ജസ്റ്റ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഈ വിഷയം തന്നെയാണ് ആര് പറഞ്ഞതും, അൻസാരി സുഹുൽ പറഞ്ഞതും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെന്ത് പ്രതിഷേധമാണ്! എടാ, വെറുപ്പുണ്ടാക്കുന്ന പണിയാടാ, അറപ്പുണ്ടാക്കുന്ന പണിയാടാ. ഏതൊരു രാഷ്ട്രീയ പ്രതിയോഗിയോട് നമുക്ക് വിയോജിപ്പുണ്ടാവും. നിങ്ങൾ കേരളത്തിൽ 3 മണ്ഡലങ്ങളിൽ BJP ജയിച്ചല്ലോ. അവരുടെ എതിർ സ്ഥാനാർത്ഥിയായ, അവരുടെ പ്രതിപക്ഷത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളുകളോട് അവർക്ക് പ്രതിഷേധ സ്വരങ്ങൾ, മുദ്രാവാക്യങ്ങൾ, ആഹ്ലാദ പ്രകടനങ്ങൾ, പേര് വിളിച്ചുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇത്തരം ഒരു പ്രവൃത്തി അവരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മളെ നോക്കിക്കാണുന്ന, നിങ്ങൾ ഉത്തമ സമുദായത്തിൻ്റെ വാക്താക്കൾ എന്ന് പറയുന്ന നമ്മൾ കാണിക്കുന്ന ഈ വൃത്തികേട് വേറെ ആരെങ്കിലും ചെയ്തോ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. എടാ, ഇതൊരു സഹോദര സമുദായത്തിൽപ്പെട്ടോ നോക്കുമ്പോൾ എന്താണ്, ഒരു മൃഗത്തിൻ്റെ ഈ ചോര പൊടിയുന്ന അതിൻ്റെ തല ഇങ്ങനെ കെട്ടിത്തൂക്കി നടക്കാൻ ചില്ലറ ഉളുപ്പും മനസ്സാക്ഷിയൊന്നും പോരാ. ചെയ്യരുത്, ചെയ്യരുത്. ഞാനിപ്പോൾ വേങ്ങരയാണുള്ളത്. ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ ഒരു ആവശ്യം പറയാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരികയാണ്. പാണക്കാട് തങ്ങളുടെ പ്രസ്താവന 24-ൻ്റെ അഭിമുഖം ഉണ്ടായിരുന്നു. അപ്പോഴും അദ്ദേഹം പറയുന്നത് വിജയാഹ്ലാദ പ്രകടനങ്ങൾ അതിര് കടക്കാൻ പാടില്ല എന്നാണ്. അപ്പം നിങ്ങൾ അച്ചടക്കമുള്ള അണിയാണെങ്കിൽ, ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ തങ്ങന്മാരെ നിങ്ങൾ ആദരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വാക്കിന് നിങ്ങൾ മുഖവിലേക്ക് എടുക്കണ്ടേ? ഇതൊക്കെ അങ്ങേയറ്റം പൂർവ്വ പരിപാടിയാണ്. ഒരു സമൂഹത്തെ ജനങ്ങൾ വെറുത്തു പോകാൻ മാത്രം കാരണമാകും. നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിച്ചാൽ മതി. കേട്ടിയില്ലെന്നല്ല, പലരോടും നമുക്ക് ശക്തമായി വിയോജിപ്പുണ്ടാകാം. ആ വിയോജിപ്പുണ്ടാകുമ്പോൾ തന്നെ മുദ്രാവാക്യം, പ്രതിഷേധ സ്വരങ്ങൾ, ഫ്ലെക്സ്, കുറിപ്പൊക്കെ ആയിട്ട് അതിനൊക്കെ ഒരു മാനവിക മുഖത്തോടു കൂടി നമ്മൾ പ്രതിഷേധിക്കണം. അതിനപ്പുറത്തേക്ക് ചോര പൊടിയുന്ന ഒരു മൃഗത്തിൻ്റെ തലയും എടുത്ത് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പം മറ്റുള്ള ആളുകൾ ഇത് കാണുകയാണ്, വെറുപ്പുണ്ടാക്കുക അവർക്കിത്. അവർ വിചാരിക്കും എനിക്കൊക്കെ എന്ത് മനസ്സാക്ഷിയാണെന്ന് വിചാരിക്കുക, ഇവനിക്കൊക്കെ എന്ത് കാരുണ്യം എനിക്കൊക്കെ ഉണ്ടാകുന്നത് വെച്ച്. ജനങ്ങൾ അറപ്പൊന്നു പോത്. നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാ, സഹോദര സമുദായത്തിൽപ്പെട്ടവർ ഇതേ കമൻറ്റുകൾ കണ്ട, ഇതൊന്നും നമ്മുടെ കൗമിനെ തന്നെ സഹിക്കുന്നില്ല, പിന്നെ മറ്റുള്ളവർക്ക് സഹിക്കുക. അതുകൊണ്ട് ഈ വെറുപ്പുണ്ടാക്കുന്ന പണിക്ക് അവസാനിപ്പിക്കുന്നത് ശരിയല്ലത്. മുദ്രാവാക്യം വിളിച്ചോ, പ്രതിഷേധ സ്വരങ്ങൾ, പാട്ട്, ഫ്ലെക്സ് ഒക്കെ നിങ്ങൾ വെച്ചോ, പക്ഷേ ഇത്തരം പരിപാടി നമ്മൾ ചെയ്യരുത്. ദയവ് ചെയ്യരുത്. നിങ്ങൾക്ക് തന്നെ മോശമാവത്. ആളുകൾ ഇങ്ങനെ വെറുത്തു പോകും. എന്തായാലും ഈ ഒരു ആടിനെ അറുത്തിട്ട് നടത്തിയ പ്രകടനത്തോട്, ജീവനുള്ള ആടിനെ അറുത്ത തല ഇങ്ങനെ കാണിച്ച് നടത്തിയ പ്രകടനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം. താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം.